എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, ഒട്ടുമിക്കവർക്കും അറിയാമായിരിക്കും, എനിക്ക് സാരിയോട് ഭയങ്കര പ്രേമമാണ്, ഭയങ്കര ഭ്രമമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളാകുമ്പോൾ സാരി ഇങ്ങനെ വലിച്ചു വാരിയിടാതെ എങ്ങനെ നീറ്റായിട്ട് അടുക്കി പെറുക്കി വൃത്തിയിലും മെനയിലും വച്ചിരിക്കുന്നു എന്നുള്ളതും കൂടെ ഒന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ സാരികൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് വച്ചേക്കുന്നത്. അപ്പോൾ ഒരു അലമാര കാണൽ ചടങ്ങായിട്ട് തന്നെ ഇത് നമുക്ക് കൂട്ടാം. അതിനോടൊപ്പം തന്നെ ഞാൻ സാരി വെയർ ചെയ്തിരിക്കുന്ന 2-3 ഷോർട്സിൻ്റെ ക്ലിപ്പും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. കാരണം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ ബ്ലഡ് തന്നതാണ്. ഇതെൻ്റെ ഒരു വൈറ്റ് ചുരിദാർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച എൻ്റെ മകൾ തന്ന ഗിഫ്റ്റാണിത്. ഒരുപാട് പേര് ഗിഫ്റ്റ് തന്നു. അപ്പോൾ ആ ഒരു ഗിഫ്റ്റൊക്കെ കണ്ടിട്ടാണോ അതോ എന്നോടെന്തെങ്കിലും പേഴ്സണൽ വൈരാഗ്യം വെച്ചിട്ടാണോ എന്താണോ എന്നറിയത്തില്ല. ഒരാൾ എൻ്റെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഭർത്താവിന് മുണ്ട് മേടിച്ച് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയാൻ പാടില്ല പുള്ളിക്കാരനാണോ എൻ്റെ ഭർത്താവിന് മുണ്ടൊക്കെ മേടിച്ച് കൊടുക്കണമെന്നേ. അപ്പോൾ ഈ കാണുന്ന ഒരു മെറൂൺ സാരിയും ഈ ഒരു ബ്ലാക്ക് സാരിയും എൻ്റെ ഒരു വൺ ഓഫ് ഫേവറേറ്റ് ഒരു സബ്സ്ക്രൈബർ തന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാരിയോടുള്ള പ്രേമം കാരണം തന്നെ. അപ്പോൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് എന്തെന്നറിഞ്ഞൂടാ, ഒരിടവേളയ്ക്ക് ശേഷമാണ് എനിക്ക് ഭയങ്കര സാരി പ്രേമം. ഇപ്പോൾ എൻ്റെ മക്കൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചോദിക്കുമായിരുന്നു, അമ്മ എന്താ ഷീമാട്ടിയുടെ പരസ്യത്തിനൊക്കെ പോവുകയാണെന്നൊക്കെ. അതുമാതിരി തന്നെ ഇതെൻ്റെ മൂത്ത മകൾ എനിക്ക് ഗിഫ്റ്റ് തന്നൊരു വീഡിയോ ആണ്. ഞാനത് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സർപ്രൈസായിട്ട് തന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഇത് ഇടാൻ കാരണം ഞാൻ ഇട്ടേക്കുന്ന ആ ചുരിദാർ കണ്ടോ, അതും എൻ്റെ ഇളയ മകൾ തന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയും വന്നിട്ട് ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഭർത്താവിനൊരു മുണ്ട് വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാനതൊക്കെ ചെയ്യുന്നുണ്ട് ബ്രദറെ. അതുപോലെ നമ്മൾ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കേണ്ട കാര്യമില്ലല്ലോ. ഭർത്താവിന് മുണ്ട് മേടിച്ച് കൊടുത്തു, മുണ്ട് മേടിച്ച് കൊടുത്തില്ല, അതൊക്കെ ഞങ്ങളുടെ ഇതല്ലേ. അപ്പോൾ ഒന്നും അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, ആ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ തോന്നി കൊടുത്തതാണ് കേട്ടോ. ഞാനവിടെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സാരി എന്ന് പറയുമ്പം സെലിൻ എന്ന് പറയുന്ന ചേച്ചിയുടെ മകൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ഇതെൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മിനുക്കിയെടുത്തിട്ട് ഞാൻ സാരികളുടെ അലമാരയിലെ സാരികളുടെ ശേഖരം കാണിച്ചു തരാം, എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നതെന്ന്. അത് കാണുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്താ പറയണ്ട എൻ്റെ പേരെന്തുമായിരുന്നു, ഹൈപ്പ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ റീച്ച് ആവത്തുള്ളൂ. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. ഞാൻ പരമാവധിയല്ല എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ അലമാര തുറന്ന് ഫസ്റ്റ് ഞാനിങ്ങനെ അലമാര തുറക്കുമ്പോഴേ അമ്മയുടെ ഫോട്ടോയും പിന്നെ എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇത് ഞാൻ വെച്ചേക്കുന്നത് ആ ഒരു എന്താ പറയണ്ടേ, ഇത് ഏറ്റവും മേലെയാണ് സാരി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പണ്ട് മുതലേ എനിക്കുള്ള ഒരാഗ്രഹമായിരുന്നു എൻ്റെ സാരികൾ ഇങ്ങനെ ഓരോന്നും ഓരോ പാക്കറ്റാക്കിയിട്ട് വയ്ക്കാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എവിടെയെങ്കിലും പോകാൻ ധൃതിയായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു കളറ് നോക്കിയിട്ട് പെട്ടെന്ന് എടുക്കാമല്ലോ. എന്ന് വെച്ചാൽ ഞാൻ സെറ്റാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പാവാട, ബ്ലൗസ്, സാരി അങ്ങനെ ഒരുമിച്ചൊരു കവറിലാക്കിയിട്ട് അതിന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. നെക്സ്റ്റ് വന്നു വെച്ചാൽ താഴെ കാണിച്ചത് ചുരിദാറുകൾ, ജീൻസ്, ടോപ്പ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട്. അപ്പോൾ അതിന് ശേഷമുള്ള താഴത്തെ ഡ്രോയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് കുഞ്ഞൊരു മാതാവും പിന്നെ എൻ്റെ അമ്മയുടെ ഫോട്ടോ. ഞാനിപ്പോൾ തുറന്ന് നോക്കിയാൽ ഇങ്ങനെ ഇവിടെ തന്നെ വെച്ചേക്കും. പിന്നെ ഹാൻഡ് ബാഗ് ഉണ്ട്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇങ്ങനെ അടുത്ത് വെച്ചേക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലും എടുക്കാൻ ആവശ്യത്തിന്. നമ്മളിപ്പം പുറത്താണല്ലോ. ഇനിയിപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ്സസ്സാണ്. ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പെട്ടി ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഷാമ്പൂ അങ്ങനത്തെ ഐറ്റംസ് താഴെ അങ്ങനെ വെച്ചേക്കുവാണ്. ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കയറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ ബൈ.